കുണ്ടച്ചോന് നിനക്കുള്ള പണി മൊത്തം ഞാൻ തരടാ. നീ എൻ്റെ കൂടെ കളിച്ച ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തന്മാർക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഞാൻ പണി കൊടുത്തു. ഇനി അടുത്ത നീ ഞാനൊരു 35 ലക്ഷം രൂപ ഒരാളുടെ അടുത്തുനിന്ന് കടം വാങ്ങി. ആ 35 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും അയാളുടെ കയ്യിൽ കുറേ ചെക്കും കുറേ വീഡിയോസും എൻ്റെ ഉണ്ട്. അത് കാരണം മാത്രം ഇയാൾ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത്. അപ്പോൾ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് കണ്ടോ നിങ്ങൾ? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുഗിത വിൽബ്രോ ആണ്. ഇന്ന് മെയ് 18 അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ, 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. രാധാകൃഷ്ണന്റെ ഷഡ് കയറിനി, ഇനി ഒന്നും പറയാനില്ല. ഒരു ഉപകാരം ചെയ്തിട്ട് ലാസ്റ്റ് ഉപദ്രവമായിട്ട് മാറുന്ന റോബിനെ നീ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുഗിത വിൽബ്രോ. ഇന്ന് മെയ് 18 അപ്പൊ എന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് 200 mg 5 ലക്ഷം രൂപ ആവുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഷോർട്ടേജ് ആണ്. എനിക്ക് 1 രൂപ വേണം. അപ്പം തോന്നുകയാണെങ്കിൽ മാത്രം ഹെൽപ്പ് ചെയ്യണം. ഞാനത് വന്നിട്ട് വ്യാഴാഴ്ച വന്ന് ഈവനിങ് 4 മണിക്കകത്ത് 1 ലക്ഷം രൂപ മാറ്റമില്ലാതെ ഞാനത് തിരിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. മനുഷ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വ്യാഴാഴ്ച, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച, ഇന്ന് മെയ് 18 അത് കഴിഞ്ഞിട്ടുള്ള ഈ വരുന്ന വ്യാഴാഴ്ച തന്ന് 1 ലക്ഷം രൂപ ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എന്റെ ചെച്ചു, നീ എന്താ പറയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടേ, ഞാൻ ആക്ച്വലി നിന്നെ സത്യം പറയില്ല, ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്ത് പോലും നിന്നോടുള്ള ഒരു ബന്ധം കൊണ്ടാണ്. മനസ്സിലായില്ലേ? നീ ചെയ്തെന്ന ഹെൽപ്പ് തന്നെയാണ്. മയിരെ കണ്ണി കൊണ്ടവന്മാർക്ക് ഫണ്ട് കൊടുത്തതിനാണ് ഞാൻ തിരിച്ചെത്തിച്ചാണ്. അത് തിരിച്ചെന്നിട്ട് നിരുള്ള പണി ഞാൻ തരടാ. നിനക്ക് നീ എന്താ വിചാരിച്ചതിനെ പറ്റി? തന്തയ്ക്ക് വരത്തത് പൂർണ്ണ മോനെ താവളി കുണ്ടച്ചോനെ നിനക്കുള്ള പണി മൊത്തം ഞാൻ തരടാ. നീ എൻ്റെ കൂടെ കളിച്ച ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തന്മാർക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഞാൻ പണി കൊടുത്തു. ഇനി അടുത്ത നീയാണ് ശരിക്കും തരടാ. സമൂഹത്തിന് തന്നെ നാണം കേട് വരുത്തുന്ന അറം പറ്റുന്ന പ്രവൃത്തികളിൽ ഇന്ന് ലോകം മുഴുവൻ കണ്ടുവരുന്നത്. ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ത്തിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ റോബിൻ രാധാകൃഷ്ണൻ ഇത്രയും വലിയ തട്ടിപ്പിന് ട്രൈങ് ടു പ്രൂവ് പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം, അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ല, ഒരുപാട് ജനത നിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം കടയാടി തമ്പി. അതെ, നാടകം കളിച്ചിട്ടോ ഇനിയിപ്പോ അടുത്ത നാടകം പോലെ ഇനി കാണാൻ പോകുന്നത്, ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്. ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളൊരിത്, ഒരു പൊറോട്ട നാടകം പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തശ്രദ്ധിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞൊരു സാധനം, നാണക്കേട് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്തത് അറിയാം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരെയില്ല. ഒട്ടും ഇന്നൊന്നും നിലനിന്ന് പോകണമെന്നില്ല. കുറെ വർഷങ്ങളായിട്ട് ആൾ ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പലരും ഇപ്പൊ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് പൈസ വാങ്ങിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ പാർട്ടിയുടെ ഭീഷണി, രാഷ്ട്രീയക്കാരുടെ ഭീഷണി, ഇതിനൊക്കെ ആര് കൊണ്ടുവന്നു പാർട്ടി? റോബിൻ രാധാകൃഷ്ണ, ചെറ്റത്തരം കാണിക്കുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട്. നിന്നെയൊക്കെ സഹായിച്ച അവരെ വേണം ഫസ്റ്റ് പറയാൻ. ഒരാളുടെ പൈസ വാങ്ങിച്ചിട്ട് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് കണ്ടോ നിങ്ങൾ? ഞാൻ നിന്നെ ഹണി ട്രാഫിക് കൊടുക്കും, ഞാൻ നിന്നെ അതാക്കും ഇതാക്കും. ഇതാണ് അവിടെ നിന്നെയൊക്കെ പഠിപ്പിച്ചതെന്ന്. കുണ്ടച്ചോന് നിനക്കുള്ള പണി മൊത്തം ഞാൻ തരടാ. നീ എൻ്റെ കൂടെ കളിച്ച ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തന്മാർക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഞാൻ പണി കൊടുത്തു. ഇനി അടുത്ത നീ